നല്ല പോളിംഗ് ഉണ്ട്, എല്ലായിടത്തും നല്ലൊരു പോളിംഗ് ഉണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ സർക്കാരിനെതിരെ വിധി എഴുതാൻ വേണ്ടിയിട്ട് ജനങ്ങൾ രാവിലെ തന്നെ തയ്യാറായിട്ട് ഇവിടെ വന്നു നിൽക്കുകയാണ്. ഒപ്പം കാലങ്ങളായിട്ട് ഈ രണ്ട് മുന്നണികൾ ചേർന്ന് കേരളത്തെ ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, അതിനെതിരെ വിധി എഴുതാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറായി രാവിലെ തന്നെ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവർ പോളിംഗ് ബൂത്തുകളിൽ എത്തിയിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട്. നല്ല പോളിംഗ് നടക്കുന്നുണ്ട്. തിരുവല്ലയുടെ വികസന മുരടിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം നേരത്തെ ഈ പറഞ്ഞ അഴിമതിയും ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം തിരുവല്ലയ്ക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. ഒത്തിരി സ്വപ്നങ്ങളുള്ള നാടാണ് തിരുവല്ലയും, ഒത്തിരി സ്വപ്നങ്ങളുള്ളവരാണ് തിരുവല്ലക്കാരും. അപ്പോൾ അതുകൊണ്ട് ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് തിരുവല്ലയിൽ വന്നു. അദ്ദേഹം ഉറപ്പ് നൽകിയിട്ട് പോയിരിക്കുകയാണ് തിരുവല്ലയുടെ വികസനം അദ്ദേഹം ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തിരുവല്ലയിലെ ജനങ്ങൾ ആ ഒരു അവസരത്തിന് കാത്തു നിൽക്കുകയാണ്. ഇന്നാണ് അവരുടെ അവസരം. ആ അവസരം അവർ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കും. NDAയുടെ വലിയ വിജയപ്രതീക്ഷയാണ്. കേരളത്തിലുടനീളം ഒത്തിരി ഒരു വലിയ മുന്നേറ്റവും വലിയ വിജയമായിരിക്കും ഇത്തവണ NDA കിട്ടാൻ പോകുന്നത്. പ്രത്യേകിച്ച് തിരുവല്ലയിൽ ഐതിഹാസികമായ ഒരു വിജയമായിരിക്കും തിരുവല്ലയിൽ NDA നേടാൻ പോകുന്നത്.